السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما، وهو الغفور فلو أتى بقرابها من غير شرك بل من العصيان لأتاه بالغفران ملء قرابها سبحانه هو واسع الغفران. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുത്കൃഷ്ടവും ഉന്നതവുമായ നാമങ്ങൾ അസ്മാഉല്ലാഹിൽ ഹുസ്ന, അവയെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പവിത്രമായ നാമങ്ങൾ വിവിധ സന്ദർഭങ്ങളിലൂടെ ദുആകളിൽ നാം ഉൾപ്പെടുത്തുകയും ആ പേരുകളിലൂടെ അവനെ വിളിച്ചുകൊണ്ട് നമ്മുടെ സങ്കടം പറയുകയും നമ്മുടെ കാര്യനിവൃത്തിക്കായി അവന്റെ മുമ്പിൽ അപേക്ഷകൾ സമർപ്പിക്കുകയും അത് സംബന്ധമായി ആ നാമങ്ങളുടെ അർത്ഥവും ആശയവും ഗ്രഹിക്കുന്നതിലൂടെ വിശ്വാസിയുടെ മനസ്സിൽ രൂഢമൂലമാകുന്ന യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിന്റെ മാതൃകകൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പവിത്രമായ നാമങ്ങളുടെ ആശയവും അർത്ഥവും ഗ്രഹിക്കുകയും അത് മനസ്സിലാക്കുകയും അത് അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം ഉള്ള രൂപത്തിൽ അത് എങ്ങനെയാണ് നിർവഹിക്കാൻ അവിടുന്ന് കൽപ്പിച്ചതെങ്കിൽ ആ രൂപത്തിൽ മാത്രം അതിനെ സമീപിക്കുകയും ചെയ്യുക എന്നതാണ് സത്യവിശ്വാസികളുടെ രീതി. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഈ നാമങ്ങളൊക്കെ അല്ലാഹുവോ അവന്റെ പ്രവാചകനോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത ചില പ്രത്യേകമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത് പാരായണം ചെയ്യുകയും
അവയെ അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശമില്ലാത്ത വേറെ ചില രൂപങ്ങളിൽ അതിനെ വ്യാഖ്യാനിക്കുകയും അവ കൊണ്ടുള്ള ചില ലക്ഷ്യങ്ങളും നേട്ടങ്ങളുമൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്ന ചില പുസ്തകങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ പുസ്തകമാണിത്. അൽ മജ്മുഉൽ ലത്തീഫ് എന്നാണ് ഇതിന്റെ പേര്. അൽ മജ്മുഉൽ ലത്തീഫ് എന്ന അറബി ഗ്രന്ഥം, ഇതിന്റെ മലയാളത്തിലുള്ള പരിഭാഷയാണ് ഈ കാണുന്നത്. ഈ പുറംചട്ടയിൽ തന്നെ കുറെ കള്ളികളും വരകളും ഇട്ടുകൊണ്ടതിൽ തലങ്ങും വിലങ്ങുമൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കുകയും വേറെ ചില വാചകങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഗ്രന്ഥമാണ് ഷംസുൽ മആരിഫിൽ കുബറ എന്ന പേരിലുള്ള ഒരു അറബി ഗ്രന്ഥം. ഈ അറബി ഗ്രന്ഥത്തിന്റെ പരിഭാഷയാണ്, ഇതിന്റെ 3 വാള്യങ്ങളിലായിട്ടാണ് ഇത് പരിഭാഷ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ രണ്ടാമത്തെ ജുസ് ആണ്, മലയാളത്തിലുള്ള രണ്ടാമത്തെ ജുസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന്റെയും പുറം ചട്ടയിൽ ചില പ്രത്യേകമായ രൂപത്തിൽ കള്ളികളും വരകളും വൃത്തങ്ങളുമൊക്കെ വരച്ച് ഇസ്ലാമിനോ മുസ്ലിമീങ്ങൾക്കോ അള്ളാഹുവിന്റെ റസൂലിലൂടെ പരിചയപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ചില പ്രത്യേകമായ കാര്യങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്തുകൊണ്ടുള്ള മറ്റൊരു പുസ്തകമാണ് ഇത്. ഈ 2 ഗ്രന്ഥവും യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണെന്ന് ഗ്രഹിക്കാൻ ഉതകുന്നതാണെന്നും ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ മനുഷ്യരല്ല എന്നുപോലും ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം, ഇതിന്റെ കുറെ പോരിശകളൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പ്രസാധകർ അവസാനം പറയുകയാണ്, കണ്ണുള്ളവർ അത് കാണും, പോത്തുകൾ കാണില്ല. കോയസനെന്തു പായസം, പോത്തിന് വൈക്കോലെ ആവശ്യമുള്ളൂ. ഞങ്ങളിതൊരുക്കുന്നത് സത്യാന്വേഷികൾക്ക് വേണ്ടിയാണ്, ഇനിയും ഞങ്ങളിത് തുടരും ഇൻഷാ അല്ലാഹ് എന്ന ഭീഷണിയോടുകൂടിയാണ് ഈ പുസ്തകത്തിന്റെ പ്രസാധകർ ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഇതിൽ പ്രധാനമായി പറയുന്നത്? ഇതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള കാര്യം മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുള്ളൂ. ഇതിൽ നഹ്സുകളും ഓരോ ദിവസത്തെ നഹ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ അവസാനം ഏതാണ്ട് ഒരു മധ്യഭാഗത്തെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വിഷയം വരുന്നു. അസ്മാഉൽ ഹുസ്ന എന്ന ടൈറ്റിൽ കാണാം. ഈ അസ്മാഉൽ ഹുസ്ന എന്ന ടൈറ്റിലിന്റെ താഴെ 99ഓളം നാമങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. അതിൽ നമുക്ക് തർക്കമില്ല. എന്നിട്ട് പിന്നെ ഈ അസ്മാഉൽ ഹുസ്ന എങ്ങനെ നിർവഹിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്നത് പരിശുദ്ധ ഖുർആനിലൂടെ. അള്ളാഹുവിന് ഒട്ടേറെ നല്ല നാമങ്ങളുണ്ട്, നിങ്ങൾ അത് മുഖേന അള്ളാഹുവിനോട് ചോദിക്കൂ എന്നാണ്. ആ ആയത്ത് വിശദീകരിച്ചിരുന്ന മഹാനായ നമ്മുടെ നേതാവ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടില്ലാത്ത ചില കാര്യങ്ങളും രൂപങ്ങളും ഭാവങ്ങളുമൊക്കെയാണ് ഈ പുസ്തകക്കാരൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഹെഡിങ് നമുക്ക് കാണാം, അസ്മാഉൽ ഹുസ്ന ഉരുക്കഴിക്കൽ എന്ന്. ഈ അസ്മാഉൽ ഹുസ്ന കുറെ കെട്ടുപണിഞ്ഞ് കിടക്കുകയാണ്, ഇതൊക്കെ ഒന്ന് ഉരുക്കഴിക്കണം എന്നാണ്. ഈ ഉരുക്കഴിക്കണ പരിപാടി എങ്ങനെയാണ് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ മൂപ്പര് വിശദീകരിച്ചു തരുന്നു. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട തിരുനാമങ്ങളാണ് അസ്മാഉൽ ഹുസ്ന. ഈ നാമങ്ങളുടെ ഉരുക്കഴിച്ചവർക്ക് പല പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. എങ്ങനെയാണത് ഉരുക്കഴിക്കൽ? അത് പ്രയാസമുള്ള കാര്യമല്ല. അബ്ജദിന്റെ എണ്ണം അറിയാത്തവർ വായനക്കാരിൽ വളരെ ചുരുക്കമായിരിക്കുമല്ലോ. ഈ അറബി ഭാഷയിൽ ഇങ്ങനെ ഓരോ അക്ഷരത്തിനും ഇവർ ഓരോ മൂല്യം കണക്കാക്കിയിട്ടുണ്ട്. അലിഫ് എന്ന് പറഞ്ഞാൽ 1, ബാ എന്ന് പറഞ്ഞാൽ 2, ഇങ്ങനെ കുറെ പോയിട്ട് ഓരോ അക്ഷരങ്ങൾക്കും 28 അക്ഷരങ്ങൾക്കും ഓരോ വാല്യൂ ഉണ്ട്, ഓരോ മൂല്യമുണ്ട്. അത് ഇത്ര, മറ്റേ അക്ഷരത്തിന് 100, മറ്റേ 200, മറ്റേ 300, ഇങ്ങനെ പോയിട്ട് പിന്നെ 900, 1000 ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ എങ്കിലും അത് അറിയാത്തവർക്ക് വേണ്ടി അതിവിടെ ചേർക്കാം. ഇതൊരു പാട്ടാണ്. അത് 2 വലിയ പാട്ടുള്ളൂ, അധികം മുഷിയേണ്ടി വരില്ല. അലിഫൊന്ന്, ബാ 2, വജീമും 3, 4 എന്ന എണ്ണം കൊണ്ടു ദാലും 1. അലിഫ് 1, ബാ 2, പിന്നെ ജീമ് 3, 4 എന്ന എണ്ണം കൊണ്ട് ദാലും 1. അപ്പൊ അബ്ജദ് എന്ന് പറയുമ്പോ ആ 1, ബാ 2, ജീമ് 3, ദാല് 4, പിന്നെ ഹവ്വസ്, ഹാവ് വാവ് സായ്,
ഹ, ത്വാ, യാ അതുവരെ ക്രമത്തിൽ 5, 6, 7, 8, 9, 10. പിന്നെ കാഫ്, ലാമ്, മീമ്, നൂന്, സീന്, ഐന്, ഫാ, സ്വാദ്, ഖാഫ് അവിടുന്ന് അങ്ങോട്ട് 10, 20 അങ്ങനെ എണ്ണി 100 വരെ എത്തലാണ്. പിന്നെ റാ മുതൽ 200, ഷീന് 300, താ 400 ഇങ്ങനെ പോയിട്ട് അവസാനം ഖൈനെത്തുമ്പോ 1000. ഇതിന് അബ്ജദിന്റെ എണ്ണം എന്നാണ് പറയാറെങ്കിലും ഇതിന്റെ ശരിയായ പേര് ജുമലുൽ കബീറിന്റെ എണ്ണം എന്നാണ്. പറഞ്ഞു കേട്ടാ തോന്നും ഇത് ഖുർആനിലും ഹദീസിലൊക്കെ വന്ന ശരിയായ പേരാണ്. എല്ലാം പൊട്ടത്തരാണ്. അക്ഷരസംഖ്യ എന്നും കടപയാതി സംഖ്യ എന്നും പല ഭാഷകളിൽ പല പേരുകളും ഉണ്ട് ഇതിന്. ഏതായാലും ഈ അക്ഷരസംഖ്യ അനുസരിച്ച് ഓരോ വാക്കിനും ഓരോ കൃത്യമായ എണ്ണമുണ്ട്. ഇനി നോക്കൂ, ഉദാഹരണം അല്ലാഹു എന്ന നാമം പരിശോധിക്കുക. അതിൽ അക്ഷരങ്ങൾ എത്രയുണ്ട്? അലിഫ്, ലാം, ലാം, ഹാ, ഇങ്ങനെ ആകെ 4 അക്ഷരം. ഇവയുടെ അബ്ജദ് അനുസരിച്ച് കണക്കാക്കി നോക്കുക. അലിഫ് 1, ലാം 30, ലാം 30, ഹാ 5, ആകെ 66. അപ്പൊ അല്ലാഹു എന്നുള്ളതിന്റെ ടോട്ടൽ സംഖ്യ എത്രയാണ്? 66. അപ്പൊ അപ്പോ എന്ത് ചെയ്യണം? ഇങ്ങനെ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ നാമത്തിന്റെയും എണ്ണം കണക്ക് കൂട്ടിയെടുക്കുക. സമീഅ്, ബസീർ, അസീസ്, റഹ്മാൻ, റഹീം ഇതൊക്കെ. എന്നിട്ട് ഓരോ നാമവും അതിന്റെ എണ്ണം അനുസരിച്ച് ചൊല്ലി തീർക്കുക. അപ്പൊ അള്ളാഹ് എന്നുള്ള നാമങ്ങൾ ചൊല്ലാൻ ആരംഭിച്ചാൽ ഉരുക്കഴിക്കണ പരിപാടിയാ പറയുന്നത്. അള്ളാഹ് 66 വട്ടം ചൊല്ലുക. കാരണം അതിന്റെ എണ്ണം 66 ഈ 756 ഉണ്ടല്ലോ പടച്ചോന്റെ കോഡ് ഇടുന്ന് അമാരത്തെ കണക്കാണിത്. പിന്നെ നിത്യേന ഓരോ വട്ടം പതിവായി ചൊല്ലുകയും ചെയ്യുക. അതെത്ര പ്രയാസമുള്ള കാര്യമാണോന്നാ. അപ്പൊ ഓരോ പേരെടുക്കുക, ആ പേരിന് ഈ പട്ടികയിൽ നോക്കിയിട്ട് അതിന്റെ വാല്യൂ നിശ്ചയിക്കുക, ടോട്ടൽ അതിന്റെ സംഖ്യ എത്രയെന്ന് കൂട്ടുക. അത്രയും എണ്ണം ഒരു ദിവസം അത് ചൊല്ലുക. പിന്നുള്ള ദിവസമൊക്കെ ഓരോ വട്ടം അത് ചൊല്ലിയാൽ മതി. അതോടെ ഉരുക്കഴിഞ്ഞു. ഒരിക്കൽ മാത്രമേ എണ്ണം അനുസരിച്ച് ഉരുക്കഴിക്കേണ്ടതുള്ളൂ. പിന്നെ ദിവസേന ഓരോ വട്ടം മാത്രം ചൊല്ലിയാൽ മതി. ഉദാഹരണം, ആദ്യത്തെ ദിവസം മാത്രമേ അല്ലാഹു എന്ന നാമം 66 വട്ടം ചൊല്ലേണ്ടതുള്ളൂ. പിന്നെ ദിവസേന ഓരോ വട്ടം മതി. മറ്റെല്ലാ നാമങ്ങളും തഥൈവ. ഇതിങ്ങനെ ചൊല്ലിയാൽ ധാരാളം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീങ്ങും എന്നാണ്. അപ്പൊ ഇതാണ് ഉരുക്കഴിക്കൽ. ഉരുക്കഴിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ എങ്ങനെയാണ്? അസ്മാഉൽ ഹുസ്ന എടുക്കുക, അതിന് ഈ പട്ടികയിൽ നോക്കിയിട്ട് അതിന്റെ മൂല്യം കണക്കാക്കുക, ആ എണ്ണത്തിനനുസരിച്ച് ഒരു ദിവസം മാത്രം ചൊല്ലുക, പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ ഒന്ന് ചൊല്ലുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രയാസം തോന്നില്ല. ഇതൊക്കെ മാർക്കറ്റിൽ ഇങ്ങനെ എത്ര കോപ്പി അതൊക്കെ അടിച്ചതെന്നറിയോ? ഇതൊക്കെ ഇങ്ങനെ എത്ര കോപ്പി അടിച്ച് വിൽക്കുന്നതെന്നറിയോ? മലയാളക്കരയിൽ തീർന്നില്ല. ഇനി ഇതിൽ ഈ ദിക്ർ ചൊല്ലാൻ ഇരിക്കേണ്ട രൂപം പറയുന്ന പുസ്തകമുണ്ട്. ഈ ദിക്ർ ചൊല്ലണ നിങ്ങൾ സാധാരണ സ്ഥലത്തൊന്നും ഇരുന്നാ പോരാ. ഇനി എവിടെ ഇരിക്കണം കേട്ടോളൂ. ഒരു ദിക്റിന്റെ റൂം ഒരുക്കൽ അത്യന്താപേക്ഷിതമാണ്. ഒരു ദിക്റിനൊരു പ്രത്യേക റൂം, നിസ്കരിക്കാനുള്ള റൂമല്ല, ഇത് ദിക്റിനുള്ള റൂമാണ്. വീട്ടിൽ ഒരു മുറി അതിനായി ഒഴിച്ചിടുക തന്നെ വേണം. അതിൽ മറ്റൊരു ജോലിയും ചെയ്യരുത്. അയാളല്ലാതെ മറ്റാരും അതിൽ കടക്കുകയും അരുത്. അത് ഇരിക്കാനും നിൽക്കാനും മാത്രമേ വിശാലമാകാവൂ. അധികം വീതിയും നീളവും അരുത്. അതിൽ വെളിച്ചം കൂടുതൽ കടക്കുന്ന വലിയ പഴുതുകൾ ചുമരിൽ ഉണ്ടാവരുത്. ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് അകന്നതായിരിക്കണം. ദിക്ർ ചൊല്ലാൻ പായ വിരിക്കാതെ നിലത്തിരിക്കണം. പായ ഇട്ടാൽ ഭൂമി ഉണരുകയില്ല. ഉറക്കം വല്ലാതെ കണ്ണിൽ മികച്ചാൽ മാത്രമേ ഉറങ്ങാവൂ. മിക്ക സമയത്തും അനുയോജ്യമായ ബുഖൂറുകൾ പുകയ്ക്കണം. ഓരോ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ ഓരോ ബുഖൂർ പറയുന്നുണ്ട്. അതിങ്ങനെ പോക്കണം. ഇത് പായൊന്നും ഇടാതിരിക്കണം. കാരണം ഭൂമിനെ ഉണർത്താനുള്ളതാണല്ലോ. ഭൂമി ഉണരൂല പോലും പായലിരുന്നാൽ. അപ്പൊ ഇരുട്ടുള്ള മുറി, വല്ല പഴുതിലൂടെ ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ അടച്ചോളണം. അങ്ങനെ ഇരിക്കണം. അവിടെ ഒന്നുകിൽ നിൽക്കുക അല്ലെങ്കിൽ ഇരിക്കുക. കിടക്കാനുള്ള സ്ഥലം ഉണ്ടാവാൻ പാടില്ലേ? പാടില്ല. നല്ലത് ഉറക്കം വന്നൊന്നാ ഉറങ്ങുക. ഈ രൂപത്തില് പായൊന്നുടാതെ അങ്ങനെ കുത്തിരുണ്ടല്ലോ ദിക്റ. ഇതാണിത് ചൊല്ലേണ്ടത്. എന്നിട്ടോ പിന്നെ പറയണപ്പോ നമ്മൾ കുറെ ഇസ്മു പഠിച്ചല്ലോ. ഞാൻ സ്പീഡിൽ കുറെ കാര്യങ്ങൾ പറയാം. കുറെ ഇസ്മുകൾ നമ്മൾ പഠിച്ചു. അതുവരെയുള്ള ഇസ്മുകൾ ദുരുപയോഗപ്പെടുത്തുന്ന രീതി കേട്ടോളൂ. അല്ലാഹു എന്ന ഇസ്മിന്റെ കളം, ഇവർക്ക് ഈ കളം ഇല്ലാതെ നടക്കൂല. കണ്ടില്ലേ? ഇതിങ്ങനെ ചതുരം വരച്ചിട്ട് ഓരോ കളം. ഇതാ ഒരു കളം. ഇത് അല്ലാഹു എന്ന ഇസ്മിന്റെതാണ്. ഇതെന്ത് ചെയ്യണം? ഇത് എഴുതി ചുമക്കുന്നതിൽ ഒരുപാട് ഫലങ്ങളുണ്ട്. ഇത് കെട്ടി നടക്കണം. ഇത് കെട്ടിയാൽ നടക്കുക. എന്തുദ്ദേശത്തിനു വേണ്ടി ധരിച്ചാലും സാധിക്കും. എന്നിട്ട് എന്തൊക്കെ കോഡുകൾ കേട്ടോളി. ആകെ 9 കള്ളി. ഒന്നാം കള്ളി 421,
128, 123, 126, 124, 122, 120, 130, 127. അല്ലാഹു അലം. ഇതെന്താണ് ഇക്കോലത്തിൽ ഓരോ തോന്നിയ എണ്ണങ്ങൾ. പിന്നെ മറ്റൊരു കളം കൂടി, അത് വേറൊരു കളാണ്. അപ്പൊ അള്ളാഹു എന്നുള്ളതിന്റെ അങ്ങനത്തെ കളം. പിന്നെ റഹ്മാൻ എന്ന ഇസ്മിന്റെ 2 കളങ്ങളുണ്ട്. ഇത് റഹ്മാൻ എന്ന ഇസ്മിന്റെ 2 കളങ്ങളാണ്. വിശദമായി ഇൻഷാ അല്ലാഹ് അത് വീഡിയോ ക്യാമറയിൽ നിങ്ങൾക്ക് പിന്നീട് VCD വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇത് റഹ്മാൻ എന്ന ഇസ്മിന്റെ 2 കളങ്ങളാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? അതിനാൽ ഇതിന്റെ ഫലം നല്ലവർക്കും ചീത്തവർക്കും കിട്ടും, എല്ലാവർക്കും കെട്ടി നടക്കാം. റഹ്മാൻ എന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനാണ്, അവയെല്ലാം കിട്ടും. പിന്നെ റഹീം എന്ന ഇസ്മിന്റെ 2 കളങ്ങൾ. ഇത് എഴുതി ചുമക്കുന്നവൻ റഹീം എന്ന ഇസ്മു പതിവായി ചൊല്ലണം. എല്ലാ ഉദ്ദേശങ്ങൾക്കും നന്ന്, ദുആക്ക് ഉത്തരം കിട്ടും, ആപത്തുകൾ നീങ്ങും, ശത്രുക്കൾ പരാജയപ്പെടും, ശക്തിയും സമ്പത്തും ഈമാനും വർദ്ധിക്കും. അതിനുള്ള കളങ്ങളാണിത്. അതിങ്ങനെ ഒക്കെ ഒന്നുമില്ല. റഹീം 110, 39, 31, 31, പിന്നെ അവിടെ ഇങ്ങോട്ട് തിരിച്ചിടാ, പിന്നെ അങ്ങോട്ട് തിരിച്ചിടാ, അവിടെ ഇങ്ങോട്ട് തിരിച്ചിടാ. ഇതാണ് പരിപാടി. പിന്നെ സലാം എന്ന ഇസ്മിന്റെ കളം. ഇതെന്താണ്? ഈ കളം എഴുതി ചുമക്കുന്നവൻ ഈ നാമം എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഉദ്ദേശിച്ചതൊക്കെ സാധിക്കും. സംഘട്ടനങ്ങളിൽ നിന്നും ശത്രുതയിൽ നിന്നും മോചനം ലഭിക്കും. എഴുതി കെട്ടണത് എന്താണ്? ഈ അക്ഷരങ്ങളാണ്, ഈ അക്കങ്ങളുമാണ്. മലിക്ക് എന്ന ഇസ്മിന്റെ 2 കളം അതും ഇവിടെ കൊടുക്കുന്നുണ്ട്. മലിക്ക് എന്ന ഇസ്മിന്റെ ഇത് വരക്കേണ്ടത് ഏതിലാ? ഈ കളം സ്വർണത്തകിടിലാണ് ഈ കളങ്ങൾ വരക്കേണ്ടത്. വലിയ വിലയുള്ള സമയത്തേ അല്ലെങ്കിലും സ്വർണത്തകിടിൽ എഴുതാം. അതോടൊപ്പം അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ എന്ന ആയത്ത് ഒടുവിലോളം എഴുതണം. ഇത് എഴുതി ചുമന്ന് ഏത് ഭരണാധികാരിയെ സമീപിച്ചാലും കാര്യം സാധിക്കും. തീർന്നില്ല. ഇതിന്റെ പ്രത്യേകത കേട്ടോളൂ. ഈ ഐക്കല്ല് കേട്ടോളൂ, ഒരു ഔലിയന്റെ പേരാണ്. ഈ ഐക്കല്ല് പ്ലാറ്റോ തന്റെ ചക്രവർത്തിയായിരുന്ന ദുൽഖർനൈനിക്ക് എഴുതി കൊടുത്തിരുന്നു. പ്ലാറ്റോ എന്ന ഔലിയപ്പാപ്പ കേട്ടിങ്ങനെ. അങ്ങനെ പ്ലാറ്റോ, സോക്രട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇവരാ ഔലിയാക്കന്മാരാ. പ്ലാറ്റോ, സോക്രട്ടീസ് കേട്ടില്ലേ? യൂഫ്രട്ടീസ് അല്ല, സോക്രട്ടീസ് ആണ്. അവർ പ്ലാറ്റോ അതുപോലെ തന്നെ ദുൽഖർനൈനിക്ക് എഴുതി കൊടുത്തിരുന്നു. തന്മൂലം സിംഹങ്ങൾ ദുൽഖർനൈനിയെ കാണുമ്പോൾ ഓടി ഒളിക്കാറുണ്ട്. അപ്പൊ അതിനുള്ള കളാണ്. സിംഹം കണ്ട ഓടുന്ന കളാണ് ഈ കാണുന്നത്. 2 എണ്ണം. ഇനി ഖുദ്ദൂസ് എന്ന ഇസ്മിന്റെ കളം, അതൊരു കളം കൊടുത്തിട്ടുണ്ട്. മുഅ്മിൻ എന്ന ഇസ്മിന്റെ കളം അത് വേറുണ്ട്. മുഹൈമിൻ എന്ന ഇസ്മിന്റെ കളം അതും വേറെ പ്രത്യേകം കൊടുത്തു. അസീസ് എന്ന ഇസ്മിന്റെ കളം അതും പ്രത്യേകം കൊടുത്തു. അപ്പൊ ഈ അസീസ് എന്ന ഇസ്മിന്റെ പ്രത്യേകത എന്താണ്? ഇത് എഴുതി ചുമക്കുന്നവർക്ക് അതിവേഗം ഉന്നതങ്ങളിലേക്ക് ഉയരും, പ്രതാപവും കീർത്തിയും ഉണ്ടാകും, ശത്രുക്കൾ ലജ്ജിതരാകും. ഇത് ഉത്തമമായ സാഴത്തിൽ മോതിരത്തിൽ കൊത്തി വിരലിലിട്ടാൽ ഫലം വർദ്ധിക്കും, ശത്രുക്കളെല്ലാം കീഴടങ്ങും. അബ്ദുൽ അസീസ് എന്ന പേരുള്ളവർ എപ്പോഴും ഈ നാമം ചൊല്ലിക്കൊണ്ടിരുന്നാൽ വലിയ അത്ഭുതങ്ങൾ കാണാം. ആരെങ്കിലും കൂട്ടത്തിൽ അബ്ദുൽ അസീസുമാര് നിങ്ങൾ ചൊല്ലിയ കൂടുതൽ ഫലം കാണും. നമ്മളും ചൊല്ലിയ ഹുസൈനും ചൊല്ലിയ കിട്ടൂല. അബ്ദുൽ അസീസ് ഇങ്ങനെ ചൊല്ലിയാൽ കൂടുതൽ ഫലം കാണും എന്നാണ്. പിന്നെ ജബ്ബാർ എന്ന ഇസ്മിന്റെ കളം അതാണ്ട് എഴുതി ചുമന്നാ പിന്നെ ജനങ്ങൾക്കിടയിൽ അയാൾക്ക് ഗാംഭീര്യവും ആദരവും വർദ്ധിക്കും, എല്ലാവരും അയാളെ ബഹുമാനിക്കുകയും ചെയ്യും. അബ്ദുൽ ജബ്ബാർ എന്നോ മൂസ എന്നോ പേരുള്ളവർക്ക് ഇത് കൂടുതൽ ഫലം ചെയ്യും. അക്രമികളെ നശിപ്പിക്കാനും ഈ നാമം ഉരുവിട്ടുകൊണ്ടിരുന്നാൽ സാധിക്കും. ഈ കളം ഈയത്തകിടിൽ എഴുതി അക്രമികളുടെ വീട്ടിൽ കൊണ്ടിട്ടാൽ മതി. കാരണം അത് അവിടെ കൊണ്ടിടാനുള്ളതായതുകൊണ്ട് ഈയത്തകിട് മതി. മറ്റേ മൂലയിൽ കൊടുക്കാനുള്ളതാണ്. അത് സ്വർണ്ണത്തകിട് തന്നെ വേണം. ഇതവിടെ കൊണ്ടിടാനുള്ളതാ. അപ്പൊ ഈയത്തകിട് മതി. അവനാകെ കാഞ്ഞു പോകും. ഇതാണ്ട് ഈ 2 കളങ്ങളും. പിന്നെ മുതകബ്ബിർ എന്ന ഇസ്മിന്റെ കളം അതിങ്ങനെ കാവലിന് ഈ ഇസ്മു വളരെ ഫലപ്രദം. ഏതെങ്കിലും വീടിന്റെയോ പീടികയുടെയോ തോട്ടത്തിന്റെയോ മറ്റോ മതിലിൽ വെള്ളിയാഴ്ച 7ാമത്തെ സാഴത്തിൽ ഈ കളം എഴുതി വെച്ചാൽ കള്ളന്മാര്, കൊള്ളക്കാര്, അക്രമികൾ, അഹങ്കാരികൾ തുടങ്ങിയവരുടെ ആക്രമണങ്ങളിൽ നിന്നെല്ലാം അത് സുരക്ഷിതമായിരിക്കും. അത് മുതകബ്ബിർ. അതിന്റെ കളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഖാലിഖ് എന്ന ഇസ്മിന്റെ കളം ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വരെ മാത്രമായിരിക്കും, റേഷൊക്കെ പിന്നീടാണ്. ഖാലിഖ് എന്ന ഇസ്മിന്റെ കളം. ഖാലിഖ് എന്ന പദത്തിന് സൃഷ്ടാവ് എന്നർത്ഥം. തൊഴിലാളികൾക്കും തൊഴിൽ വിദഗ്ധർക്കും ആശാരി, മൂശാരി, തട്ടാൻ, കരുവാൻ തുടങ്ങിയവർക്കും എഞ്ചിനീയർമാർക്കുമൊക്കെ എഴുതി ചുമക്കാനും ചൊല്ലാനും വിശേഷപ്പെട്ടത്. അപ്പൊ ഇതാരൊക്കെ ചൊല്ലേണ്ടത്? എല്ലാ തൊഴിലാളികളും, ലേബേഴ്സ്.
അവർക്കൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. തൊഴിൽ വിദഗ്ധന്മാർ, അതിൽ പ്രത്യേകിച്ച് ആശാരി, മൂശാരി, തട്ടാന്, കരുവാന്, അവർക്കൊക്കെ പ്രത്യേകം സ്പെഷ്യലായിട്ട്. എഞ്ചിനീയർമാർ കൂടുതൽ, അവരൊക്കെ എഴുതി ചുമന്നാലും ചൊല്ലാനൊക്കെ വിശേഷപ്പെട്ട ഇസ്മാണ്. ഇനി വേറൊന്നുണ്ട്, പെട്ടെന്ന് വായിച്ചു. പ്രസവിക്കാത്ത സ്ത്രീയുടെ ഭർത്താവ് ഇതിന്റെ കളം ഒരു നല്ല സാഴത്തിൽ മോതിരത്തിൽ കൊത്തി വിരലിലിട്ട് അവളുമായി ഭോഗിച്ചാൽ അവൾ ഗർഭിണിയായി തീരും. അവളെക്കട്ടെ. പിന്നെ ഭാര്യ എന്ന ഇസ്മിന്റെ 2 കളം. ഭാര്യ, അതും ഭാര്യ എന്നർത്ഥം രചയിതാവെന്നാണ്. എന്ത് രചനയിൽ ഏർപ്പെടുമ്പോഴും ഈ ഇസ്മു ചൊല്ലുകയും 2 കളവും എഴുതി ചുമക്കുകയും ചെയ്താൽ വിജയം ഉറപ്പ്. പുസ്തക രചനയായാലും മറ്റെന്തുണ്ടാക്കുകയായാലും ഇത് നന്ന്. വീടുണ്ടാക്കുമ്പോഴും കിണറോ കുളമോ ഉണ്ടാക്കുമ്പോഴും ആയുധമുണ്ടാക്കുമ്പോഴും ആഹാരമുണ്ടാക്കുമ്പോഴും ചികിത്സിക്കുമ്പോഴും വിത്ത് വിതക്കുമ്പോഴുമെല്ലാം ഇത് ഉത്തമം. അതിന്റെ കളവും ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 കളം. പിന്നെ മുസവ്വിർ എന്ന നാമത്തിന്റെ 2 കളം. മുസവ്വിർ എന്നാൽ രൂപം നൽകുന്നവരെന്നർത്ഥം. സംവിധായകന്മാർ ഉപയോഗിക്കേണ്ടതാണ്. ഏറ്റവും നല്ല സംവിധായകൻ അള്ളാഹുവാണല്ലോ. നമ്മൾ എന്ത് സംവിധാനം ചെയ്യുമ്പോഴും ഈ നാമം ചൊല്ലുകയും എഴുതി ചുമക്കുകയും ചെയ്യുന്നത് ഉത്തമം. അവിടെ വിജയം സുനിശ്ചിതം. ഈ കളം 2 മോതിരത്തിൽ കൊത്തി വിരലിൽ അണിഞ്ഞാൽ അയാൾ ചെയ്യുന്ന ഏത് ജോലിയും വിദഗ്ധ രീതിയിലായിത്തീരും. എഞ്ചിനീയർമാർക്ക് കൂടുതൽ ഉചിതം. എന്തെങ്കിലും വസ്തുവിന്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഈ ഇസ്മ 342 വട്ടം ചൊല്ലുക, 10 ദിക്റും, പിന്നെ ജോലി തുടങ്ങുക. വിജയം സുനിശ്ചിതം. അതിന്റെ കളങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അവിടെ നിൽക്കട്ടെ. അപ്പോ ഇത്രയും നമ്മൾ ഇതുവരെ പറഞ്ഞ അസ്മാവുകൾ ഇവരെല്ലാത്തിനും കളങ്ങളാണ്. ഈ കളങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നാട്ടിൽ നിന്ന് മോനെ ഈ ഐക്കല്ലൊന്ന് കെട്ടിക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മ പോസ്റ്റലിൽ അയച്ചേരുന്നു. ഒന്നാണ് പൊളിച്ചു നോക്കൊണ്ട് അതിലിങ്ങനെ കാണാം. നിങ്ങൾക്കൊന്നും തിരിയാത്ത 4 അക്കവും 4 അക്ഷരങ്ങളും, ഒരു 4 അങ്ങോട്ടും ഒരു കുറി ഇങ്ങോട്ടും, ഒരു വലി ഇങ്ങോട്ടും, ഒരു വളഞ്ഞൊരു ലമ്മിങ്ങോട്ടും, മറ്റൊന്ന് ഇങ്ങോട്ടും, ഒരു തൃശൂലം ഇങ്ങോട്ടും ഒക്കെ കാണാം. ഇതൊക്കെ ഇവരെ പരിപാടിയാണ്. ഇതൊക്കെ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീനിന്റെ സുന്ദരമായ ആശയത്തിൽ നിന്ന് മറ്റൊരു പാളയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ ആരൊക്കെയോ ഗൂഢമായി ലോകത്ത് ശ്രമിച്ചതിന്റെ സന്തതികളാണിതൊക്കെ. ഇതൊക്കെ അവരുടെ കരങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചതിന്റെ ഫലങ്ങളാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇനിയും കുറെ നാമങ്ങളുടെ പ്രത്യേകതകൾ വരുന്നത്, അതൊക്കെ അവസരങ്ങളിൽ നമുക്ക് വിശദീകരിക്കാം. ഈ പുസ്തകത്തിന്റെ 3 വാള്യങ്ങളിലും ഇത് വിശദമായി പറയുന്നുണ്ട്. അതൊക്കെ സമൂഹത്തിൽ ഇന്ന് പലരും വായിച്ച് ഭക്ത്യാദരപൂർവ്വം ഉപയോഗപ്പെടുത്തുന്ന കൃതികളാണ്. ഇതിനൊക്കെ വില എത്രയാണ്? 100ഉം 200ഉം ഒക്കെയാണ് ഈ കൊച്ചു പുസ്തകങ്ങളുടെ വില. അപ്പൊ ഈ രൂപത്തിൽ ഈ സമൂഹത്തിൽ ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുവാൻ കൂടി പടച്ചതമ്പുരാന്റെ അത്യുന്നതമായ നാമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന കഥ ആദ്യമേ ഒരു ഡോസായി, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സാംക്രമിക രോഗം ഇങ്ങനെ പടരുന്നുണ്ട്, അതിനെതിരെ ഒരു വാക്സിനേഷൻ തന്നതാണ്, ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ ഉണ്ട്, അതൊക്കെ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അതൊന്നും ശരിയല്ല. മാത്രല്ല വേറെ ചില ഗായികമാരൊക്കെ അള്ളാഹുവിന്റെ ഈ നാമങ്ങളൊക്കെ സുന്ദരമായി തട്ടിന്റെയും മുട്ടിന്റെയും സംഗീതത്തിന്റെയൊക്കെ മേമ്പടി ചേർത്ത് ഇതൊക്കെ പാടിയിട്ട് ഇന്ന നാമം വിളിച്ചാൽ നിങ്ങൾക്ക് ഇന്ന സമ്പത്ത് വർദ്ധിച്ചിടും, മറ്റേത് വർദ്ധിച്ചിടും, അത് വർദ്ധിച്ചിടും, ഇത് വർദ്ധിച്ചിടും എന്നൊക്കെ പറഞ്ഞ് സുന്ദരമായി കിളിക്കൊഞ്ചലിലൂടെ പടച്ചോന്റെ അസ്മാഉൽ ഹുസ്ന ഒരു പാട്ടാക്കി അവതരിപ്പിക്കുന്നുണ്ട്. അതും മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുങ്ങി പോകരുത്. നമുക്ക് സംഗീതം നിഷിദ്ധമാണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക്, എനിക്കും നിങ്ങൾക്കുന്നെല്ലാം മുസ്ലിമീങ്ങൾക്ക് നിഷിദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയം നിങ്ങൾ പലവരും കേട്ടതാണ്. ഈ സമൂഹത്തിൽ പല പേരും പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പല രൂപത്തിലുള്ള തെറ്റുകളെയും അത് തിന്മകളല്ലെന്ന് വരുത്തി തീർക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവസാനം അവിടുന്ന് പേര് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? മആസിഫിനെ സംബന്ധിച്ചാണ്. മആസിഫ് എന്ന് പറഞ്ഞാൽ ഈ സംഗീതത്തിന്റെ മേമ്പൊടിക്ക് വേണ്ടി ചേർക്കപ്പെടുന്ന തട്ടും മുട്ടും മ്യൂസിക്കുകളെ സംബന്ധിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്ന് ആ ഹദീസിന്റെ വിശദീകരണ മധ്യേ മഹാന്മാരായ പണ്ഡിതന്മാർ തഫ്സീർ അതിന് ശറഹ് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടുത്ത നാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളിതുവരെ പറഞ്ഞു വെച്ചത്, ഇപ്പോൾ നമ്മൾ ഖാലിഖ്, ബാരി, മുസവ്വിർ, ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 3 പേരുകൾ, അത് 3ഉം ഏതാണ്ട് സമാനമായ പേരാണ്. ഒന്ന് അൽ ഗാഫിർ, മറ്റൊന്ന് അൽ ഗഫൂർ, മറ്റൊന്ന് അൽ ഗഫാർ. ഗാഫിർ എന്ന് പറയുന്ന ആ ഒരു പേര് വിശുദ്ധ ഖുർആനിൽ അതേ പേരിലുള്ള ഒരു സൂറത്തിൽ മാത്രമാണ് വന്നത്. സൂറത്ത് ഗാഫിർ എന്നൊരു സൂറത്തിന്റെ പരിശുദ്ധ ഖുർആനിൽ
അവിടെ അല്ലാഹു പറയുന്നുണ്ട് ഗാഫിരിൽ ദംബ്, പാപം പൊറുക്കുന്നവൻ. ഒരൊറ്റ തവണയാണ് ഖുർആൻ അല്ലാഹുവിന്റെ നാമമായി അത് പ്രയോഗിച്ചത്. അതേ അവസരത്തിൽ ഏറെ പൊറുക്കുന്നവൻ എന്നർത്ഥമുള്ള അൽ ഗഫൂർ എന്ന നാമം പരിശുദ്ധ ഖുർആനിൽ 91 സ്ഥലങ്ങളിലാണ് അല്ലാഹു പ്രയോഗിച്ചിരിക്കുന്നത്. അതിന്റെയും കൂടുതലുള്ള രൂപമാണ് അൽ ഗഫാർ, അങ്ങേയറ്റം പൊറുക്കുന്നവൻ. അത് 5 സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്നു അവന്റെ നാമമായി. ഇങ്ങനെ ഗാഫിർ എന്നത് ഒരു തവണയും, ഗഫൂർ എന്ന നാമം 91 തവണയും, ഗഫാർ എന്ന നാമം 5 തവണയുമാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. എന്താണ് ഈ ഗാഫിർ, ഗഫൂർ, ഗഫാർ എന്നൊക്കെ പറയുന്ന ഈ ഗഫർ അല്ലെങ്കിൽ ഗഫറ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അല്ലാഹുവിനോട് യാ ഗാഫിർ എന്ന് വിളിക്കുമ്പോൾ, യാ ഗഫൂർ എന്ന അല്ലാഹുവിനെ വിളിക്കുമ്പോൾ, യാ ഗഫാർ എന്ന അല്ലാഹുവിനെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആശയം എന്താണ് നാം നമ്മുടെ റബ്ബിനെ സംബന്ധിച്ച് ആ പേരിലൂടെ ഗ്രഹിക്കേണ്ടത്? അതാണ് അല്പസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വമഅന, പണ്ഡിതന്മാർ പറയുന്നു, അൽ ഗഫറു ഫീ ഹഖില്ലാഹി സുബ്ഹാനഹു, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഗഫർ ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ മഗ്ഫിറത്ത് നൽകുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഹുവല്ലദീ യസ്തുറു ദുനൂബ ഇബാദിഹി വയുഗത്തീഹിം ബിസിത്രിഹി. അല്ലാഹു അവനെ സംബന്ധിച്ച് ഗാഫിർ എന്ന് പറഞ്ഞെടുത്ത് ഗഫൂർ എന്നും ഗഫാർ എന്നൊക്കെ പറഞ്ഞെടുത്തുള്ള ആശയം ഹുവല്ലദീ യസ്തുറു ദുനൂബ ഇബാദിഹി, അവന്റെ അടിമകളുടെ പാപങ്ങളെ അവൻ മറച്ചു വെക്കുന്നു. അടിമകളുടെ പാപങ്ങൾ മറച്ചു വെക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. വയുഗത്തീഹിം ബിസിത്രിഹി, അവന്റെ പ്രത്യേകമായ ഒരു മറയിലൂടെ, അത് മാലോകര് കാണാതെ, മാലോകരറിയാതെ, ഈ അടിമയെ വഷളാക്കാതെ അത് മൂടിവെക്കുന്നവൻ എന്നാണ് ഗാഫിർ, ഗഫൂർ, ഗഫാർ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആശയം. ഇനി അതുപോലെ തന്നെ ഇമാം ഖത്താബി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫൽ ഗഫാറു അസ്സത്താറു ലിദുനൂബി ഇബാദിഹി. ഗഫാർ എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ അടിമകളുടെ പാപങ്ങളെ മറച്ചു വെക്കുന്നവനാണ്. വൽ മുസ്ദിലു അലൈഹിം സൗബഅത്ഫിഹി വറഅഫതിഹി, എന്നിട്ട് ആ അടിമയുടെ മേൽ അവൻ ഇട്ടുകൊടുക്കുന്നു, താഴ്ത്തിയിട്ട് കൊടുക്കുന്നു. സൗബഅത്ഫിഹി വറഅഫതിഹി, അവന്റെ കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും അതുപോലെ തന്നെ വിട്ടുവീഴ്ചയുമുടക്കും വസ്ത്രം അവരുടെ മേൽ താഴ്ത്തിയിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അന്നഹു ലാ യക്ഷിഫു അംറൽ അബ്ദി ലി ഖൽഖിഹി, അവന്റെ പടപ്പുകൾക്ക് ഈ അടിമയുടെ രഹസ്യത്തെ അവൻ വെളിവാക്കാതെ, വലാ യഹ്തികു സിത്രഹു, അവന്റെ ആ അഭിമാനത്തെ നശിപ്പിക്കാതെ അതങ്ങനെ മറച്ചുവെക്കും അല്ലാഹു. അവന് ശിക്ഷിക്കുകയില്ല പരസ്യമായി, ബിൽ ഉഖൂബത്തി, ചില ശിക്ഷകൾ മുഖേന. ആ ശിക്ഷകൾ അവന് കിട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണ്? അല്ലത്തി തശ്ഹുറുഹു ഫീ ഉയൂനിഹിം, ജനമനസ്സുകൾക്കിടയിൽ, ആളുകളുടെ കണ്ണിൽ ഇവൻ വഷളായി പോകുമല്ലോ. ആ നിലക്കൊരടിമയെ വഷളാക്കാതെ, അടിമയിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്തു മാപ്പാക്കി കൊടുത്തുകൊണ്ട് അവന്റെ മീതെ ഒരു വസ്ത്രം മൂടിയിട്ടാൽ അവനെ കാണാത്തതുപോലെ അവന്റെ പാപങ്ങൾ മാലോകരില്ലെന്ന് മറച്ചുവെച്ചുകൊണ്ട് അവന്റെ അഭിമാനത്തെ കാത്തുരക്ഷിക്കുന്നവൻ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. മറ്റൊരു ഇമാം പറയുന്നു, വഹുവല്ലദീ യസ്തുറു അലൽ മുദ്നിബി, കുറ്റം ചെയ്ത ആളെ അല്ലാഹു തആല മറച്ചു പിടിക്കുന്നു. വലാ യുആഖിദുഹു, അവനെ ശിക്ഷിക്കുന്നില്ല. അങ്ങനെ ശിക്ഷിച്ചാൽ ഫയശ്ഹറുഹു വയഫ്ളഹുഹു, അതവനെ വഷളാക്കലാണല്ലോ. അപ്പൊ പരലോകത്തുണ്ടാകുന്ന ഏറ്റവും വലിയ വഷളത്തരം അവിടെയാണ്. മനുഷ്യൻ സ്വകാര്യ പരസ്യമായി വ്യത്യാസമില്ലാതെ ഏതെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ, പരമകാരുണികനായ റബ്ബിന്റെ ലിസ്റ്റിൽ അതൊന്നൊഴിയാതെ കിടപ്പുണ്ട്. മരലോകത്ത് വെച്ച് കിതാബ് കാണുമ്പോ എല്ലാ മനുഷ്യരും പറയുന്നുണ്ടല്ലോ, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ. ചെറുതും വലുതുമായ യാതൊന്നും ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ വിട്ടുപോയിട്ടില്ലല്ലോ. എല്ലാം ഇവിടെ കൃത്യമായി കാണുന്നല്ലോ. അവർ ചെയ്തിട്ടുള്ളതെല്ലാം ഹാദിറായി കൊണ്ട് കാണുകയാണല്ലോ. അതെങ്ങാനും പരലോകത്ത് അല്ലാഹു ജനകോടികളുടെ മുമ്പാകെ അങ്ങ് നിവർത്തി അങ്ങ് കൽപ്പിച്ചു കൊടുത്താൽ എന്തായിരിക്കും ഒരു മനുഷ്യന്റെ അവസ്ഥ? അതുകൊണ്ട് യാ ഗാഫിറേ, ഗഫാറേ, ഗഫൂറേ, എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ ആഖിറത്തിൽ ജനകോടികളുടെ മുമ്പിൽ വെച്ച്
ഞാൻ ചെയ്തിട്ടുള്ള തിന്മകൾ അത് മാലോകര് കാണാതെ നീ മറച്ചു വെക്കണം, നീ അത് പൊതിഞ്ഞു നിർത്തണം, നീ എന്നെ വഷളാക്കരുത്, നീ എന്നെ മാനം കെടുത്തരുത്. ഇതൊക്കെയാണ് ഗാഫിർ, ഗഫാർ, ഗഫൂർ എന്നൊക്കെ പറയുമ്പോ അല്ലാഹുവിനെ സംബന്ധിച്ചൊരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. അതാണ് പണ്ഡിതന്മാർ അതിന്റെ ആശയമായി പറഞ്ഞത്. ഇത് നോക്കൂ സുഹൃത്തുക്കളെ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗാഫിർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവൻ, അതിനേക്കാൾ കൂടുതൽ പൊറുക്കുന്നവൻ ഗഫൂർ, അതിന്റെയും അപ്പുറത്തേക്ക് ഗഫാർ, അങ്ങേയറ്റം പൊറുക്കുന്നവൻ. എത്രത്തോളം അവൻ പൊറുക്കുന്നു? വഹുവൽ ഗഫൂറു ഫലൗ വതാ ബിഖുറാബിഹാ മിൻ ഗൈരി ശിർകിൻ ബൽ മിനൽ ഇസ്യാനി ലഅതാഹു ബിൽ ഗുഫ്റാനി മിൽ അഖ്റാ بها سبحانه هو واسع الغفران وهو الغفور. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്. എത്രത്തോളം മനുഷ്യന്മാര് ശിർക്കല്ലാത്ത മറ്റേത് പാപങ്ങളും ചെയ്ത് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ സമീപിച്ചാലും അവർ മഗ്ഫിറത്തിന് വേണ്ടി റബ്ബിനോട് തേടി പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ ഏറെ പൊറുക്കുന്നവനാണ് അല്ലാഹു, നിരാശപ്പെടേണ്ടതില്ല. അപ്പൊ ഗാഫിർ, ഗഫൂർ, ഗഫാർ എന്ന് വിശ്വസിക്കുന്നവര് മുസ്ലിം, അല്ലാഹുവിന്റെ പേരതാണെന്ന് വിശ്വസിക്കുന്നവര് മുസ്ലിം, അവന്റെ മനസ്സിൽ അവൻ രൂഢമൂലമാക്കേണ്ടുന്ന ആശയം എന്താണ്? എന്റെ റബ്ബിന്റെ ഗുണമാണത്, അതെന്റെ റബ്ബിന് മാത്രമേയുള്ളൂ. എന്റെ റബ്ബാണ് ഗാഫിർ, എന്റെ റബ്ബ് മാത്രമാണ് ഗഫൂർ, എന്റെ റബ്ബ് മാത്രമാണ് ഗഫാർ. അതുകൊണ്ട് അവനെ വിശേഷിപ്പിച്ച അതിന്റെ ആശയങ്ങളിൽ ഏത് ചെറുതും വലുതുമായ പാപങ്ങൾ ശിർക്കാണെങ്കിൽ പോലും മനുഷ്യൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ എത്ര വലിയ തെറ്റ് ചെയ്തവനോടും പൊറുക്കുന്നവനാണ് അല്ലാഹു. അതാണ് റബ്ബ് സമാധാനിപ്പിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സിന് കുളിരേകുന്ന വചനമാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ അല്ലാഹു കൽപ്പിക്കുന്നത്. ഖുൽ, നബിയെ പഠിപ്പിച്ചു കൊടുക്കൂ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ധാരാളം തിന്മകൾ ചെയ്തിട്ടുള്ള എന്റെ അടിമകളോട് പറഞ്ഞേക്കൂ. അപ്പോഴും അല്ലാഹു തആല സ്നേഹത്തോടുകൂടിയാണ് പറയുന്നത്, എന്റെ അടിമകൾ, ഇബാദിയായ എന്റെ അടിമകളോട് പറഞ്ഞേക്കൂ. ആരാണവർ? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വശരീരങ്ങൾക്കെതിരിൽ തന്നെ ധാരാളക്കണക്കിന് തിന്മ ചെയ്തവർ, കണക്കല്ലാത്ത കുറ്റം ചെയ്തവർ. ലാ തഖ്നതൂ, അവർ നിരാശപ്പെടരുത്. മിർ റഹ്മത്തില്ലാഹി, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടരുത്. ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇത്രമാത്രം അബദ്ധങ്ങൾ എന്നിൽ നിന്ന് സംഭവിച്ചില്ലേ, ഇതൊക്കെ ഇനി എങ്ങനെ റബ്ബ് പൊറുക്കാനാണ് ണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പാപങ്ങളിൽ ഉറച്ചു നിൽക്കാതെ റബ്ബിലേക്ക് തിരിച്ചോളൂ. കാരണം ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, യഗ്ഫിറുദ് ദുനൂബ ജമീഅ, പാപങ്ങൾ മുഴുവൻ അവൻ പൊറുക്കും. കാരണം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ അത്യധികം പൊറുക്കുന്നവനാണ്, കരുണയുടെ കടലാണ്. അതേപോലെ തന്നെ ഇത് സൂറത്തു സുമറിൽ 53-ാമത്തെ ആയത്തിലാണ് അല്ലാഹു പറഞ്ഞതെങ്കിൽ സൂറത്തു നിസായിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വമൻ യഅമൽ സൂആ ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമാ. ആരെങ്കിലും ഒരു തിന്മ ചെയ്തു പോയാൽ, ഔ യളിം നഫ്സഹു, അല്ലെങ്കിൽ തന്നോട് തന്നെ കടുത്ത അക്രമം ഒരാൾ ചെയ്താലും, സുമ്മ യസ്തഗ്ഫിരില്ലാഹ, പിന്നെ അവൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണെങ്കിൽ, യജിദില്ലാഹ ഗഫൂറർ റഹീമാ, അല്ലാഹുവിനെ ഏറെ പൊറുക്കുന്നവനായി ഗഫൂറായി അവനെ കണ്ടെത്താം, റഹീമായിട്ട് അവനെ കണ്ടെത്താം. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, പടച്ച തമ്പുരാന്റെ ഖജനാവ് വിശാലമാണ്, മഗ്ഫിറത്ത് അവൻ കുറച്ചാൾക്കൊന്നുമല്ല കൊടുക്കുന്നത്, അവൻ ധാരാളം ആളുകൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തു കൊടുക്കാൻ മാത്രം വിശാലനാണവൻ. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, നിന്റെ റബ്ബ് മഗ്ഫിറത്ത് വിശാലമായി നൽകുന്നവനാണ്. സൂറത്തുൻ നജ്മിലെ 32-ാമത്തെ വചനമാണത്. അതേപോലെ തന്നെ അല്ലാഹു പറയുന്നു, വഇന്നീ ലഗഫാറുൽ ലിമൻ താബ വആമന വഅമില സാലിഹൻ സുമ്മ ഇഹ്തദാ. ത്വഹ എന്ന സൂറത്തിലെ 82-ാമത്തെ വചനം.
നിശ്ചയമായും ഞാൻ ആരാണ്? ലഗഫാറുൻ, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. കുറച്ചൊന്നുമല്ല ഞാൻ പൊറുക്കുന്നത്, ധാരാളമായി ഞാൻ വിട്ടുവീഴ്ച ചെയ്യും, പൊറുക്കും. ആരോട്? ലിമൻ താബ, പശ്ചാത്തപിച്ച് മടങ്ങിയവർക്ക്, വആമന, വിശ്വാസം നന്നാക്കുകയും, വഅമില സാലിഹൻ, കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്തവൻ, സുമ്മഹ്തദാ, പിന്നെ നേർവഴി പ്രാപിച്ചവന് നാം പുറത്തു കൊടുക്കും. മാത്രമല്ല പടച്ചവൻ ചെയ്യുന്ന ഒരു പ്രത്യേകമായ കാരുണ്യമെന്താ? അബദ്ധം സംഭവിച്ചു പോയാൽ, അവിവേകം കൊണ്ട് മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചു പോയാൽ, കഴിഞ്ഞുപോയ കാലങ്ങളിൽ എന്ത് തന്നെ സംഭവിക്കട്ടെ, എന്ത് തന്നെ സംഭവിച്ചാലും പിന്നീട് നീ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയാൻ തയ്യാറുണ്ടോ? പിന്നെ നീ അവനിലേക്ക് ഖേദിച്ച് മടങ്ങാൻ തയ്യാറുണ്ടോ? അവന്റെ സവിധത്തിൽ ചെന്ന് കണ്ണുനീരൊഴുക്കി മനസ്സ് തപിച്ചുകൊണ്ട് പറയാൻ നിനക്കാകുമോ? എങ്കിൽ അള്ളാഹു പറയുന്ന ഒരു പ്രത്യേകമായ പുണ്യം കൂടിയുണ്ട്. അതെന്താ? പാപം പൊറുത്തു തരും എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ആളുകൾക്ക് ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാനല്ലാഹു ഗഫൂറർ റഹീമാ. സൂറത്തുൽ ഫുർഖാനിന്റെ 70-ാമത്തെ ആയത്താണത്. അത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് തിന്മകളെ സംബന്ധിച്ചാണ് മുമ്പുള്ള വചനങ്ങളിൽ പറയുന്നത്. അവിടെ ശിർക്കിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വ്യഭിചാരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, മനുഷ്യവധത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് തന്നെയും അല്ലാഹു പറയുന്നു, ഇതൊക്കെ കഴിഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങാൻ മനസ്സ് പൊട്ടിക്കൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു വരാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ പാപം ഞാൻ പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, അക്കൂട്ടർ അല്ലാഹു അവർക്ക് ബദലാക്കി കൊടുക്കുന്നതാണ്, അല്ലാഹു അവർക്ക് പകരം ചെയ്തു കൊടുക്കുന്നതാണ്. സയ്യിആതിഹിം, എന്തിനെയാണ് അല്ലാഹു ബദലാക്കുന്നത്? അവരുടെ തിന്മകളെയൊക്കെ ഹസനാത്ത്, നന്മകളാക്കി മാറ്റിക്കൊടുക്കുന്നു. പാപം പുറത്തു കൊടുക്കുക എന്ന് മാത്രമല്ല, മുമ്പ് ചെയ്ത തിന്മയൊക്കെ നന്മയാക്കി മാറ്റുക. വകാനല്ലാഹു ഗഫൂറർ റഹീമ. കണ്ടോ, ഓരോ സ്ഥലത്തും അത് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന പേരാ പറയുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിന് വേണ്ടി തേടുമ്പോ റബ്ബിനോട് ഗഫിറേ, ഗഫൂറേ, ഗഫാറേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തേടണം. ഇതൊക്കെ പറയുമ്പോ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. എന്താ? അള്ളാഹു ഇത്ര വിശാലമായിട്ട് ഇങ്ങനെ പറയുമ്പോ തെറ്റ് ചെയ്യാൻ മനുഷ്യൻ ആവേശം തോന്നുന്നല്ലേ ചെയ്യാ? മനുഷ്യർക്ക് ഇത്രയൊക്കെ പുറത്തു കൊടുക്കുന്നു പറയുമ്പോ അത് തെറ്റ് ചെയ്യാൻ അല്ലാഹു ലൈസൻസ് തരികയാണോ? അബദ്ധങ്ങൾ ചെയ്തോളൂ എന്ന് പറയുകയാണോ? ഒരിക്കലുമല്ല. അബദ്ധങ്ങൾ സംഭവിച്ചവരോട് അല്ലാഹു പറയുന്നത്, നിങ്ങൾ നല്ല നിലക്ക് ആത്മാർത്ഥമായി ഖേദിച്ചാൽ മാത്രമേ എന്റെ ഈ പ്രത്യേകമായ അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് ലഭിക്കൂ. അത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രാഇന്റെ 25-ാമത്തെ ആയത്തിൽ കാണാം, ഇൻ തകൂനൂ സാലിഹീൻ ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറാ. അവർ സ്വാലിഹീങ്ങളായി മാറുകയാണെങ്കിൽ അത്തരക്കാരോട് ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറാ, അങ്ങനെ ഖേദിച്ചവരിലേക്ക് മടങ്ങുന്നവരോട് അവൻ നേരെ പൊറുക്കുന്നവനാണ്. അതുപോലെ തന്നെ ഏത് പാപങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യന്മാരും, ഇല്ലാ മൻ ദലമ, ളുൽമൊരാൾ ചെയ്തു, സുമ്മ ബദ്ദല, പിന്നീട് അവൻ പകരം ചെയ്തു, ഹുസ്നൻ, നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ചു, ബഅദ സൂയിൻ, പറ്റിപ്പോയ അബദ്ധത്തിന് ശേഷം പിന്നെ നന്മകൾ ചെയ്യുമ്പോൾ, ഫഇന്നീ ഗഫൂറുർ റഹീം, അത്തരക്കാർക്ക് ഞാൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. അപ്പൊ നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപങ്ങൾ ആരെങ്കിലും ചെയ്തു പോയെങ്കിൽ അതിൽ നിന്ന് ആത്മാർത്ഥമായ ഖേദമുണ്ടാകണം. എന്നാൽ അതേ അവസരത്തിൽ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുന്നതല്ല. എന്താണ് അതിന്റെ ആശയം? എല്ലാ പാപവും അല്ലാഹു പൊറുക്കുന്നു പറയുന്നു. ഇവിടെ എന്താണ് പൊറുക്കൂല എന്ന് പറയുന്നത്? പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു. യുബയ്യിനു, അല്ലാഹു വിശദീകരിക്കുകയാണ്, അന്നൽ മുഖീമ അല ശിർക്കി, ശിർക്കിൽ തന്നെ നിലനിൽക്കുന്നവൻ, ഏതുവരെയും ഹത്തൽ വഫാത്ത്, മരണം വരെ ശിർക്കിൽ തന്നെ ജീവിച്ചവൻ, ലാ ഗുഫ്റാന ലിദുനൂബിഹി, അവനൊരിക്കലും അല്ലാഹു പൊറുക്കുന്നതല്ല. എന്തേ കാരണം? ലി അന്നഹു, അവൻ ലം യുബദ്ദിൽ ഹുസ്നൻ ബഅദ സൂഇൻ, അവന്റെ ഈ തിന്മക്ക് പകരം അവനൊരു നന്മയും പിന്നെ പകരം കൊണ്ടുവന്നിട്ടില്ല.
ഇതേപോലെ തന്നെയാണ് മുനാഫിക്കീങ്ങളെ സംബന്ധിച്ചും അല്ലാഹു പറയുന്നത്, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയേ, നിങ്ങൾ ആ മുനാഫിക്കീങ്ങൾക്ക് വേണ്ടി പടച്ചവനെ അവരുടെ പാപം പുറത്തു കൊടുക്കണമേ എന്ന് എന്നോട് പറഞ്ഞാലും അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും സമമാണ്. അല്ലാഹു അവരോട് പൊറുക്കുന്നതേ അല്ല. എന്താ കാരണം? അവര് അല്ലാഹുവിന്റെ ദീനിലേക്ക് ഇഖ്ലാസോടുകൂടെ വന്നിട്ടില്ല. അവരുടെ തിന്മയായ ആശയങ്ങൾക്ക് ശേഷം അവരുടെ മനസ്സവരെ ക്ലിയറാക്കിയിട്ടില്ല. നേരെ മറിച്ച് ഏത് മുശ്രിക്കാണെങ്കിലും ഏത് മുനാഫിഖാണെങ്കിലും അബദ്ധം എന്ത് തന്നെ സംഭവിക്കട്ടെ, പിന്നീട് അവൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലോ അള്ളാഹു അത് പൊറുക്കാതിരിക്കുകയില്ല. അവൻ ശിർക്ക് ചെയ്തവനല്ലേ, മുനാഫിക്കല്ലേ എന്ന് വിചാരിച്ച് അള്ളാഹു പൊറുക്കാതിരിക്കുകയില്ല. പക്ഷെ മടങ്ങി വരണം, തൗബ ചെയ്യണം. അതാണ് അള്ളാഹു വിശദീകരിച്ചത്. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വഅതസമൂ ബില്ലാഹി വഅഖ്ലസൂ ദീനഹും ലില്ലാഹ് ഫഉലൈക മഅൽ മുഅ്മിനീൻ വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമാ. പശ്ചാത്തപിച്ചവരൊഴികെ, പശ്ചാത്താപം ശരിയാണെന്നതിനുള്ള രേഖയായിക്കൊണ്ട് പിന്നീടുള്ള ജീവിതം നന്നാക്കുകയും ചെയ്യണം. അതാണ് വഅസ്ലഹു വഅതസമൂ ബില്ലാഹി, അല്ലാഹുവിനെ മുറുകെ പിടിക്കണം, അവന്റെ ദീനിന്റെ ആശയങ്ങളെ കളഞ്ഞു കുളിക്കരുത്. വഅഖ്ലസൂ ദീനഹും ലില്ലാഹ്, അവരുടെ ദീനിനെ അവരുടെ അല്ലാഹുവിലേക്ക് ഇഖ്ലാസോടുകൂടി സമർപ്പിക്കണം. അത്തരത്തിലുള്ള ആളുകൾ, അത് മുമ്പേത് മുനാഫിക്കായാലും മുമ്പേത് മുശ്രിക്കിന്റെ ഗണത്തിൽപ്പെട്ടവനാണെങ്കിലും പടച്ചവൻ അവരോട് വിരോധമില്ല, വെറുപ്പില്ല. ഫഉലൈക മഅൽ മുഅ്മിനീൻ, അത്തരക്കാരും മുഅ്മിനീങ്ങളോടൊപ്പമാണ്. വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന, അത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പിറകെ കൊടുക്കുന്നു അജ്റൻ അദീമാ, ഏറ്റവും വമ്പിച്ച പ്രതിഫലം നൽകുന്നു. അപ്പൊ ശിർക്ക് ചെയ്ത് നിഫാഖൊക്കെ ചെയ്ത് പിന്നീട് പാപമോചനത്തിന് തേടിയിട്ടില്ലെങ്കിൽ പാപം പൊറുക്കുന്നതല്ല. മറിച്ച് മരിക്കുന്നതിന്റെ മുമ്പ് അവൻ പശ്ചാത്തപിച്ചാലോ അല്ലാഹു അവനും പൊറുത്തു കൊടുക്കും. ഇനി വേറൊരു മസ്അല പണ്ഡിതന്മാർ പറയുന്നു. അതേ അവസരത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതല്ലാത്ത പാപങ്ങൾ പൊറുത്തു കൊടുക്കും. അപ്പൊ തൗബ വേണ്ടേ? അതിനെക്കുറിച്ചുള്ള ചർച്ച കേട്ടോളൂ. വഅമ്മാ ഇൻ മാത, ഇനി ഒരാൾ മരിച്ചുപോയി, വഹുവ മുഖീമുൻ അലൽ കബായിരി, വൻ പാപങ്ങളിൽ തന്നെ നിലനിൽക്കെ ഒരാൾ മരിച്ചുപോയി, മിൻ ഗൈരി അൻ യതൂബ, പശ്ചാത്തപിക്കാതെ മരിച്ചുപോയി. മദ്യപിച്ചവനാണ്, വ്യഭിചരിച്ചവനാണ്, പലിശ തിന്നവനാണ്, ഹറാമ് ചെയ്തവനാണ്, അങ്ങനെ വൻ പാപങ്ങൾ കുറെ ചെയ്തു. പക്ഷേ പശ്ചാത്തപിക്കാതെയാണ് ഒരാൾ മരിച്ചത്. ശിർക്കിന്റെ കാര്യമല്ല പറയുന്നത്, മറ്റുള്ള മഹാപാപങ്ങൾ ഒരാൾ ചെയ്തു, പശ്ചാത്തപിക്കാതെ അയാൾ മരിച്ചുപോയെങ്കിൽ ഫഇന്ന മദ്ഹബ അഹ്ലി സുന്നത്തി വൽ ജമാഅ, എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം അന്നഹു ലൈസ ലഹു, അവനില്ല അഹദുൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കരാറൊന്നുമില്ല, ബിൽ മഗ്ഫിറത്തി വർ റഹ്മത്തി, അവൻ അല്ലാഹ് പുറത്തു കൊടുത്തോളണം എന്ന് കരാറില്ല. ബൽ ഇൻശാഅ ഗഫറ ലഹു, അല്ലാഹ് ഉദ്ദേശിച്ചെങ്കിൽ അവന് പുറത്തു കൊടുത്തേക്കും. വഅഫാ അൻഹു, അവനോട് മാപ്പ് ചെയ്തേക്കും. ബിഫദ്ലിഹി, അവന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രം. കമാ ഖാല അസ്സ വജല്ല വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ശിർക്കല്ലാത്ത പാപങ്ങൾ അവൻ പുറത്തു കൊടുക്കും. അതേ അവസരത്തിൽ വൈൻഷാ, ഇനി അവൻ ഉദ്ദേശിച്ചാലോ അങ്ങനെ ചെയ്യും. അസ്സബഹു ഫിന്നാരി ബിഅദ്ലിഹി, നരകത്തിയിലിട്ടവനെ ശിക്ഷിക്കും. അതും ബിഅദ്ലിഹി, അതും അവന്റെ നീതിയാണ്. സുമ്മ യുഖ്രിജുഹു മിൻഹാ, പിന്നീട് അവൻ അനുഭവിച്ച് തീർക്കേണ്ട കാലഘട്ടം എത്രയാണ് അവൻ നരകത്തിൽ കഴിച്ചുകൂട്ടേണ്ടതെങ്കിൽ ആ കാലയളവ് റബ്ബിന് നന്നായിട്ടറിയാം. അക്കാലം കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അവന്റെ റഹ്മത്തിലൂടെ ആ നരകത്തിയിൽ നിന്നവനെ പുറത്തേക്ക് കൊണ്ടുവരും എന്ന് വശഫാഅത്തി ശാഫിഈൻ, അല്ലാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യുന്ന ശുപാർശക്കാരുടേതായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുവാദം കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിൽ അവൻ അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് സുമ്മ യുദ്ഖിലുൽ ജന്ന, പിന്നീട് അവരെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് അവസാന കാലത്തെങ്കിലും പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടുന്നവരും ആര് മാത്രമാണെന്നോ, വദാലിക ലിൽ മുവഹ്ഹിദീന ഖാസ്സ, തൗഹീദുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം.
പാവങ്ങളൊക്കെ പറ്റിപ്പോയിട്ട് കുറെ കാലം നരകത്തിൽ കിടന്ന് രക്ഷപ്പെടാമല്ലോ, അവസാനെങ്കിലും സ്വർഗത്തിലേക്ക് എത്തുമല്ലോ എന്ന പ്രതീക്ഷയും അള്ളാഹു ആർക്ക് മാത്രമാണ് അവശേഷിപ്പിക്കുന്നത്? മുവഹ്ഹിദുകൾക്ക് മാത്രം. ശിർക്ക് ചെയ്തവൻ അങ്ങനത്തെ പശ്ചാത്തപിക്കാതെയാണ് മരിച്ചതെങ്കിൽ അവർ നരകാഗ്നിയിൽ ശാശ്വതമാണ്, അതിൽ നിന്ന് അവർക്ക് മോചനമില്ല എന്ന് വളരെ കൃത്യമായി അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ ഇതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകമായിട്ട്, പടച്ചവന്റെ ഏറ്റവും വലിയ കാരുണ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അള്ളാഹു ഗഫൂറാണ്, അവൻ ഗാഫിറാണ്, അവൻ ഗഫാറാണ്. ഇനി അതുപോലെ തന്നെ പടച്ചതമ്പുരാന്റെ ഈ ഗഫാർ എന്ന ഗുണം, അല്ലെങ്കിൽ അവൻ പൊറുക്കുന്നു എന്ന ഗുണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവനെ സംബന്ധിച്ച് നമുക്ക് വേറൊരു ചിന്ത കൂടി വേണം. എന്തിനാ അള്ളാഹു ഈ പാപമൊക്കെ പൊറുക്കുന്നത്? പടച്ചോന് നമ്മുടെ പാപം പൊറുത്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുവോ? മനുഷ്യന്മാര് നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യും. എന്തിനാ? നമുക്ക് അയാളിൽ നിന്ന് വല്ല ആനുകൂല്യം കിട്ടാനാ. എന്നോട് അയാൾ എന്ത് ദ്രോഹം ചെയ്താലും വേണ്ടി ഞാൻ പൊറുത്തു എന്ന് പറയും ചിലപ്പോ. എന്തിനാ? അയാൾ പണക്കണ്ട, അയാളിൽ നിന്ന് ഭാവിയിൽ വല്ല ആനുകൂല്യമൊക്കെ ചിലപ്പോൾ എന്റെ ഈ മഗ്ഫിറത്തോണ്ട് കിട്ടിയേക്കും, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയാ. അതല്ലെങ്കിൽ വേറെ ചില ആളുകൾ പറയും മര്യാദക്ക് പൊരുത്തപ്പെട്ടോ അല്ലെങ്കിൽ കാര്യം കാണാൻ അപ്പുറത്തും ഭീഷണി ഉണ്ടാവും, അപ്പൊ പനാണ് പൊരുത്തപ്പെടും. ഈ രണ്ട് നിലക്കുമല്ല അള്ളാഹുടെ പൊരുത്തപ്പെടല്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടിയോടും പൊറുത്തോളണമെന്ന് യാതൊരു ഗ്യാരണ്ടി അവനില്ല. അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. അവനെ ഭീഷണിപ്പെടുത്താനും ആരെങ്കിലും പേടിച്ചിട്ട് അള്ളാഹു വെറുത്തു കൊടുക്കുന്നതുമല്ല. അവൻ കവിയാണ്, അവൻ അസീസാണ്. ആ കാര്യത്തിലേക്കുള്ള സൂചന എന്നോണമാണ് പടച്ചവൻ പൊറുക്കുന്നവനാണെന്ന് പറയുന്നിടത്തൊക്കെ അവൻ പറയുന്നുണ്ട്, പല സ്ഥലത്തും പറയുന്നുണ്ട്. ഉദാഹരണമായി ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്. ആരെയും ഭയന്നിട്ടല്ലല്ലോ, അവൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല, അവൻ അസീസ് കൂടിയാണ്. അപ്പൊ പുറത്തു കൊടുത്തോളണമെന്നൊന്നുമില്ല അള്ളാഹ്ക്ക്. എന്നിട്ടും അവന്റെ ഔദാര്യം കൊണ്ട് അവൻ ഈ പുറത്തു തരുന്നത് നമ്മൾ മനസ്സിലാക്കണം. പടച്ചോന് എന്നോടുള്ളൊരു വലിയ ഔദാര്യം കൊണ്ട് പുറത്തു തരുന്നതാ, അല്ലാതെ എന്നെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടാനൊന്നുമല്ല. അപ്പൊ പടച്ചോന്റെ ഒരു പ്രത്യേകമായ ഔദാര്യമാണത്. ആ നിലക്ക് പടച്ചോനെ പുറത്തു തരണം, നിന്റെ ഔദാര്യമാണ് എന്നാണ് മനുഷ്യൻ പറയേണ്ടത്. അലാ ഹുവൽ അസീസുൽ ഗഫാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സ് പൊട്ടിക്കൊണ്ടാണ് പറയാണ് വേണ്ടത്. മനസ്സുപൊട്ടി പറഞ്ഞാൽ ഏത് കാര്യം അള്ളാഹുവോട് പൊറുക്കും. അതാണ് അതിന്റെ ആശയമാണ് ഈ കേൾക്കുന്നതെന്ത്? കുമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ. എന്നാൽ അവൻ അതിനുത്തരം ചെയ്യുന്നതാ, ഓർത്തിട്ടു നീ തന്നെപ്പോഴും കരയുന്നതാ. അല്ലാഹുവിനോട് ചോദിക്കുമ്പോ പടച്ചോനെ നീയല്ലാതെ ഗാഫിറില്ല, നീയല്ലാതെ പൊറുക്കുന്നവനില്ല, നിന്നോടല്ലാതെ എനിക്ക് പറയാനില്ല, നീയല്ലാതെ എന്റെ സങ്കടം കേൾക്കുന്നവനില്ല എന്നങ്ങനെ മനസ്സ് പൊട്ടിക്കൊണ്ട് നീ പറഞ്ഞാൽ നീ എത്ര തന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവനിലേക്ക് നീട്ടുന്ന കൈകളെ ഒരിക്കലും അവൻ തട്ടുന്നവനല്ല എന്ന ആശയമാണ് വിശ്വാസിക്ക് ഗാഫിറെന്നും ഗഫൂറെന്നും ഗഫാറുമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകേണ്ടതെങ്കിൽ ഈ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഈ ഇസ്മുകളെ സംബന്ധിച്ചുള്ള ബോധം ശരിക്ക് മനസ്സിൽ ഉറക്കാത്തവൻ, അള്ളാഹുവിനെ ഗാഫിർ എന്ന് ശരിക്ക് പഠിച്ചിട്ടില്ലാത്തവൻ, ഗഫൂർ എന്ന് റബ്ബിനെ കുറിച്ച് ശരിക്ക് വിശ്വസിച്ചിട്ടില്ലാത്തവൻ, ഗഫാർ അല്ല മാത്രമാണെന്ന് വിശ്വസിച്ചിട്ടില്ലാത്തവൻ, അവൻ പാപമോചനത്തിന് തേടുന്നത് പലരോടുമാണ്. അതല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് ഇർതകബ്തു അലൽ ഖാതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാ പറയുന്നതെന്ത്? നബിയെ, എണ്ണവും കണക്കുമില്ലാത്തത്ര പാപങ്ങൾ ഞാൻ ചെയ്തു പോയി നബിയെ, അങ്ങയോട് അന്യായം പറയുകയാണ്. അതിനുവേണ്ടി ആയത്ത് വരെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഖേദകരമായ കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾ കേട്ടില്ലേ പരിശുദ്ധ ഖുർആനിൽ എല്ലാ സ്ഥലത്തും റബ്ബ് പറയുന്നുണ്ട്, ഒരുപാട് സ്ഥലത്തവൻ പറയുന്നുണ്ട്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ പാപം പൊറുക്കുന്നവരാരുണ്ടോ? അതല്ലേ നേരത്തെ കേട്ട കവിതയിലും നിങ്ങൾ
നിങ്ങൾ കേട്ടത്? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ എന്ന് മനസ്സ് പൊട്ടിക്കൊണ്ട് തേടേണ്ടുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ ആയത്തോതിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. പാപത്തിന്റെ കറകൾ കഴുകിക്കളയണമെങ്കിൽ ആദ്യം മദീനത്തുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞോ. റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറഞ്ഞാലല്ലാതെ, റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പാപമോചനത്തിന് മാപ്പിന്നിരന്നുകൊണ്ട് റബ്ബിനോട് തേടിയാലല്ലാതെ പാപം പൊറുക്കുന്നതല്ല എന്ന് ആയത്തോതിക്കൊണ്ട് പറയുന്നു. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഞാനത് സുദീർഘമായി വിശദീകരിക്കുന്നില്ല. അത് മാത്രം വിശദീകരിച്ചൊരു പ്രഭാഷണമുണ്ട്, നബിയോട് പ്രാർത്ഥിക്കാത്തവൻ മുനാഫിഖോ എന്ന വിഷയത്തിൽ. അതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ ആയത്തിൽ റസൂലുള്ളാഹിയുടെ കാലത്ത് നബിയോട് ധിക്കാരം പ്രവർത്തിച്ചൊരു മുനാഫിഖ്, നബിയുടെ ജീവിതകാലത്ത് നബിയോട് ധിക്കാരം പ്രവർത്തിച്ച ഒരു മുനാഫിക്ക്, ആ മുനാഫിക്കിന്റെ പാപം പൊറുക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹിനോട് പോയി പൊരുത്തപ്പെടിക്കണം. എന്നിട്ട് നബിയുടെ മുമ്പിൽ വെച്ച് അവൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഇവനോട് വിഷമമില്ല എന്നതിന്റെ തെളിവായി റസൂലും ഇവന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എങ്കിൽ അവന്റെ പാപം പുറത്തു കൊടുക്കപ്പെട്ടവനായി കാണാം അവന് എന്ന് പറഞ്ഞ ആയത്തിനെ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ മനുഷ്യന്മാരും അവർക്ക് എന്ത് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും അള്ളാഹിനോട് നേരിട്ട് പറയുന്നവരൊക്കെ മുനാഫിഖാണെന്നാണ് പ്രസംഗിക്കുന്നത്. അള്ളാഹുവിനോട് നേരിട്ട് മഗ്ഫിറത്തിനെ ചോദിക്കാൻ പാടില്ല പോലും. ആദ്യം മദീനത്തേക്ക് വിളിച്ചുകൊണ്ട്, നബിയേ കണക്കല്ലാത്ത തെറ്റുകൾ ഞാൻ ചെയ്തു പോയി നബിയേ, അങ്ങയോടിതാ അവലാതി പറയുന്നു എന്ന് പറയാത്ത പ്രാർത്ഥന മുഴുവൻ മുനാഫിക്കിന്റെ പ്രാർത്ഥനയാണെന്ന് സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന, സംവാദവേദികളിൽ വെച്ച് നിർലജ്ജം തട്ടിവിടുന്ന, എല്ലാ അവസരങ്ങളിലും കിട്ടിയ ചാൻസുകളിലൊക്കെ ഈ ആയത്ത് വെച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്ന വളരെ വിഷമകരമായ ഖേദകരമായ ഒരവസ്ഥയാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതെന്ന് എന്റെ ബഹുമാന്യ ശ്രോതാക്കൾ പഠിച്ചു വെക്കണം. ഈ ആയത്തിന്റെ ആശയം നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കേണ്ടതാണ്. ഈ ആയത്തിൽ പറയുന്നത് തിന്മ ചെയ്ത മുഴുവൻ മനുഷ്യരും റസൂലുള്ളാഹിനോട് പറയണം എന്നതല്ല. അത് നബിയുടെ കാലത്ത് റസൂലുള്ളാഹിനോട് പ്രത്യേകം തെറ്റ് ചെയ്ത ഒരു മുനാഫിക്കിന്റെ പാപമോചനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതല്ല എന്നതാണ് വിഷയമെങ്കിലോ നമ്മൾ കാണണം. എന്ത്? തൗബയുടെ ഷർത്തുകളിൽ കാണണ്ടേ? പാപം പുറത്തു കിട്ടണമെങ്കിൽ തൗബയുടെ ഷർത്തുകൾ 3 എണ്ണമുണ്ട്. അല്ലാഹുവും മനുഷ്യരും തമ്മിലുള്ള തെറ്റുകളാണെങ്കിൽ 3 ഷർത്തുകളുണ്ട്. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന തീരുമാനം വേണം. ചെയ്ത തെറ്റിനെ കുറിച്ച് അഗാധമായ ദുഃഖം വേണം. ഇനി അങ്ങോട്ട് ജീവിതം ഞാൻ നന്നാക്കിക്കൊള്ളാമെന്ന കരാറ് വേണം. അതേപോലെ തന്നെ മനുഷ്യരും തമ്മിലുള്ള തിന്മകളാണെങ്കിൽ മേൽപ്പറഞ്ഞ 3 നിബന്ധനകൾക്കുപരിയായി സാമ്പത്തികമായ ഇടപാടുകളാണെങ്കിൽ മടക്കി കൊടുത്താലേ തൗബ ശരിയാകൂ. വാക്കാലുള്ള എന്തെങ്കിലും അപമാനങ്ങളാണെങ്കിൽ പറഞ്ഞു പൊരുത്തപ്പെടിച്ചാലേ ശരിയാവൂ. ഇനി അത്തരത്തിൽപ്പെട്ട കക്ഷികൾ മറുകക്ഷി മരിച്ചുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ കക്ഷി എവിടെയാണെന്നറിയില്ല, എങ്കിൽ ആ മനുഷ്യന് വേണ്ടി ധാരാളമായി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക എന്ന നിലക്കുള്ള പൊരുത്തപ്പെടിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ എണ്ണങ്ങളിലൊന്നും തന്നെ മനുഷ്യരിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ നിന്റെ പാപം പൊറുക്കണമെങ്കിൽ റസൂലുള്ളാഹിനോട് ആദ്യം പൊറുക്കലിനെ ചോദിക്കണം എന്ന നിബന്ധനയില്ല. ഇത് ഇബ്ലീസ് കെട്ടിയുണ്ടാക്കിയ വ്യാഖ്യാനമാണ്. ഇത് ഈ സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ വ്യാഖ്യാനമാണ്. ഇത് ഗാഫിറായ അല്ലാഹുവിനെ, ഗഫൂറായ അല്ലാഹുവിനെ, ഗഫാറായ അല്ലാഹുവിന്റെ ആ യഥാർത്ഥമായ നാമത്തിൽ വിശ്വസിക്കാത്തതിന്റെ തകരാറാകുന്നു. അതുകൊണ്ട് അവസാനിച്ചോ? റസൂലുള്ളാഹിനോട് മാത്രാണോ പാപമോചനത്തിന് തേടുന്നത്? അല്ല, അതിന്റെ താഴേക്കടയിൽ നിന്നുള്ള ഔലിയാക്കന്മാരോടും തേടുന്നുണ്ട്. ഏർവാടി മൗലൂദിൽ നിന്നുള്ള ഒരു വരി കേട്ടോളൂ, അത്ഭുതപ്പെടുന്ന വരികളാണ്. യാ തഖിയല്ല തഖിയാഇ യാ സഫിയല്ല സുഫിയാഇ യാ വലിയല്ല ഔലിയാഇ യാ സയ്യിദ് ഇബ്രാഹിം ഗൗസി أنت غافر الخطايا أنت غافر العطايا سبط سيد البرايا يا سيد إبراهيم غوثي
ഈ ഏർവാടിയിലെ ഇബ്രാഹിം ബാദ്ഷയെ വിളിച്ചുകൊണ്ടായി പറയുന്നത്, യാ തഖിയൽ അത്ഖിയായി, ഭക്തന്മാരിൽ ഭക്തരായവരെ, യാ സഫിയൽ അസ്ഫിയായി, പരിശുദ്ധരിൽ പരിശുദ്ധരായവരെ, യാ വലിയൽ ഔലിയായി, ഔലിയാക്കളിൽ വലിയായവരെ, യാ സയ്യിദ് ഇബ്രാഹിം, ഓ സയ്യിദി ഇബ്രാഹിം ബാദ്ഷാ ഗൗസി, എന്നെ സഹായിക്കണേ, എനിക്ക് അഭയം തരണേ. തീർന്നില്ല, ഇനി കേട്ടോളൂ. അൻത ഗാഫിറുൽ ഖതായ, അൻത ഗാഫിറുൽ ഖതായ. കേട്ടില്ലേ നിങ്ങൾ അല്ലാഹുവിന്റെ നാമം ഗാഫിറുൽ ദംബ്, ഗാഫിർ എന്ന് കേട്ടിട്ടില്ലേ? ഇതാ വിളിക്കുന്നു, അൻത ഗാഫിറുൽ ഖതായ. ഓ നബി, ഓ തങ്ങളെ, നിങ്ങൾ പാപങ്ങൾ പൊറുക്കുന്ന ഗാഫിറാണ്, ഖതീഅത്തുകൾ പൊറുക്കുന്ന ഗാഫിറാണ്. അൻത ഗാഫിറുൽ ഖതായ, ധാരാളമായി ഔദാര്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കൊടുക്കുന്ന വ്യക്തിത്വമാണ്. സിബ്തു സയ്യിദിൽ ബഹറായ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ് നിങ്ങൾ, ആ താവഴിയിലാണ് നിങ്ങളുള്ളത്. യാ സയ്യിദ് ഇബ്രാഹിം ഗൗസി, എനിക്ക് ശരണം നൽകുന്ന സയ്യിദി ഇബ്രാഹിം ബാദ്ഷാ. കേട്ടോ, ഏർവാടി മൗലൂദാണിത്, കണ്ടില്ലേ? ഞാൻ കെട്ടിണ്ടാക്കിയതൊന്നുമല്ല, ഞാൻ കെട്ടിണ്ടാക്കിയതല്ല, ഏർവാടി മൗലൂദാണ്. അപ്പൊ ഇതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ ജിൽദുകളായി വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമല്ല. വാദപ്രതിവാദ സംവാദ വേദികളിൽ വെച്ചവരോട് ചോദിച്ചു, അള്ളാഹുവിനോട് ചോദിക്കുന്നതൊക്കെ സൃഷ്ടികളോടും ചോദിക്കാമോ? അവിടുന്ന് ഉത്തരം പറഞ്ഞില്ല. എല്ലാം കൊടുക്കാനും പറഞ്ഞാലും കുടുങ്ങി, എല്ലാം ചോദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാലും കുടുങ്ങി. അതുകൊണ്ട് അവിടുന്ന് ഉത്തരം പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ പറയുന്നു, ധൈര്യസമേതം എഴുതി വിട്ടിരിക്കുന്നു ഒരു മാസികയിൽ, എന്താ, എല്ലാം ചോദിക്കാം, അള്ളാഹിനോട് ചോദിക്കുന്നതൊക്കെ ചോദിക്കാം. പിന്നെന്താ ഇപ്പൊ ജനങ്ങൾക്ക് ചോദിച്ചൂടെ? അള്ളാഹുവിന്റെ റസൂലെ പൊറുക്കണേ, അമോചനം തരണേ, ഹിദായത്ത് തരണേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, എല്ലാം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അവന് എന്തിനാണ് ഈ പരിശുദ്ധമായ ഉത്കൃഷ്ടമായ നാമങ്ങൾ? അവന്റെ എല്ലാ ഗുണങ്ങളും മറ്റുള്ളവരിലേക്ക് പകുത്തു കൊടുത്തിരിക്കുന്നു. പടച്ചതമ്പുരാനുള്ള എല്ലാ ഗുണങ്ങളും മറ്റുള്ളവർക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, അള്ളാഹുവിന്റെതൊക്കെ സ്വയം മറ്റുള്ളവർക്കൊക്കെ അല്ലാഹു കൊടുത്തത്. ഇത് വിചാരിച്ചുകൊണ്ട് എല്ലാം അവരിലേക്ക് തിരിക്കുന്ന ഏറ്റവും വളരെ ഭീകരമായ, വളരെ പ്രയാസകരമായ വിശ്വാസരംഗത്തുള്ള ഏറ്റവും ദുഷിച്ച ഒരു ജീർണതയിലേക്കാണ് ഈ സമൂഹത്തെ പുരോഹിതന്മാർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജാഗ്രതയുള്ളവരാവുക. അള്ളാഹുവിന്റെ ഇസ്മുകളെ കുറിച്ച് പഠിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അവന്റെ നാമങ്ങളുടെ ആശയം ശരിക്കും ഗ്രഹിക്കുക. അള്ളാഹുവിനെ ഗാഫിറെന്നും ഗഫൂറെന്നും ഗഫാറെന്നും ഒക്കെ ശരിക്കും മനസ്സിലാക്കി ദൃഢമായി അത് മനസ്സിൽ ഉറക്കിട്ടുറപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസിക്ക് പടച്ചതമ്പുരാനോടല്ലാതെ പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കാനാവില്ല. അവനല്ലാതെ അത് പാപം പൊറുക്കുന്നവനില്ല. ആ വിശ്വാസമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അത് നിലനിർത്തി തരാൻ അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ശ്വാസരംഗത്തൊരു പാളിച്ചകളും അപാകതകളുമില്ലാതെ ശരിയായ പന്ഥാവിലൂടെ മുന്നോട്ട് പോകുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ സൽസരണിയിലൂടെ മുന്നോട്ട് കുതിക്കുന്ന നല്ലവരിൽ നല്ലവരായവൻ നമ്മെ മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങളും അപാകതകളും ന്യൂനതകളും കോട്ടങ്ങളും അവൻ പരിഹരിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അവൻ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഇസ്ലാമിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ധീര മുജാഹിദുകൾക്ക് അല്ലാഹു വിജയം നൽകുമാറാകട്ടെ. അവരുടെ ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.